ആഗോള സഭയിൽ ഈ ദിനങ്ങളെല്ലാം പ്രത്യേകമായി പ്രാർത്ഥനയ്ക്കും ആത്മീയമായ ഒരുക്കത്തിനും സ്വർഗം തന്നിരിക്കുകയാണ്. കർത്താവായ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ അനന്ത ശക്തിയെക്കുറിച്ചും തിരുരക്തത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ആത്മീയമായ അനുഗ്രഹങ്ങൾ, നന്മകൾ, വിമോചനങ്ങൾ നമുക്ക് എണ്ണിത്തീർക്കാൻ കഴിയാത്ത വിധം അത്രമാത്രം അനുഗ്രഹങ്ങളാണ് കർത്താവിൻ്റെ തിരുച്ചോരയിലൂടെ സ്വർഗം നമുക്കായി തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ രക്തം മനുഷ്യവർഗം മുഴുവൻ്റെയും പാപപരിഹാരത്തിന് പര്യാപ്തമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ചോദ്യം എല്ലാവരും ശ്രദ്ധിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തം മനുഷ്യവർഗം മുഴുവൻ്റെയും പാപപരിഹാരത്തിന് പൂർണ്ണമായും പര്യാപ്തമാണെന്ന് നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നു? അവർ ഹൃദയം തുറന്ന് ഹല്ലേലൂയ പറയേ. എന്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവായ യേശുവിൻ്റെ തിരുരക്തം മനുഷ്യവർഗം മുഴുവൻ്റെയും സമ്പൂർണമായ വീണ്ടെടുപ്പിനും നിത്യമായ രക്ഷയ്ക്കും പര്യാപ്തമാണെന്ന് ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. വെളിപാട് പുസ്തകം 1:6 എന്താണ് വചനം പഠിപ്പിക്കുന്നത്? വെളിപാട് 1:6 നമുക്ക് വചനം ശ്രദ്ധിക്കാം. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും, ശ്രദ്ധിക്കണമേ, നമ്മെ അളവില്ലാത്ത വിധം സ്നേഹിക്കുകയും തൻ്റെ സ്വന്തം രക്തത്താൽ സകലവിധ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും പിതാവായ ദൈവത്തിന്റെ രാജ്യത്തിൽ പുരോഹിതരുമാക്കുകയും ചെയ്തവനെ മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വചനം എന്താണ് പ്രഖ്യാപിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്വന്തം രക്തത്താൽ സകല പാപങ്ങളിൽ നിന്നും നമ്മെ പൂർണ്ണമായും മോചിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇതാണ് ദൈവമക്കളെ. വീണ്ടും ദൈവത്തിന് തിരുവെടുത്ത് പറയുന്നു. ഫസ്റ്റ് ജോൺ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 2-ാം വചനത്തിൽ എന്താണ് വചനം പ്രഖ്യാപിക്കുന്നത്? നമ്മുടെ പാപങ്ങൾക്ക് അവൻ പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. എല്ലാവരും വചനം ശ്രദ്ധിച്ച് എന്റെ സഹോദരങ്ങളെ, എന്താണ് വചനം പഠിപ്പിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, എല്ലാ ജനപദങ്ങളുടെയും, എല്ലാ ഭാഷക്കാരുടെയും, എല്ലാ ഗോത്രക്കാരുടെയും, എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെയും സകല പാപങ്ങൾക്കുമുള്ള പരിഹാര ബലിയാണ് കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ. എത്ര പവർഫുൾ ആയൊരു വചനമാണിത്. യേശു നമ്മുടെ പാപ പരിഹാര ബലിയാണ്. അവന്റെ രക്തത്തിൽ നമുക്ക് വിടുതലുണ്ട്. അവന്റെ രക്തത്തിൽ നമുക്ക് അനുഗ്രഹങ്ങളുണ്ട്. യേശുവിന്റെ രക്തത്തിൽ അത്ഭുതങ്ങളുണ്ട്. യേശുവിന്റെ രക്തത്തിൽ സൗഖ്യങ്ങളുണ്ട്. യേശുവിന്റെ രക്തത്തിൽ സമാധാനമുണ്ട്. യേശുവിന്റെ രക്തത്തിൽ എല്ലാ സ്വർഗീയമായ നന്മകളും ദൈവം വെച്ചിരിക്കുകയാ. അത്രയും പ്രഷ്യസ് ആണ് ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിന്റെ പരിശുദ്ധമായ രക്തം. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. ഇത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാ. എഫെസോസ്കാർക്ക് ഇത് ലേഖനം, അവിടെ 1-ാം അധ്യായം 7-ാം വചനത്തിൽ എന്താ വചനം പഠിപ്പിക്കുന്നത്? എഫെസോസ് 1:7. നിങ്ങൾ എല്ലാവരും വചനം ശ്രദ്ധിച്ച് സ്ക്രീനിലോട്ട് നോക്കി വായിച്ച്, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് യേശുക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം ചിന്തലിലൂടെ
കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ രക്തത്തിലൂടെ, കർത്താവായ യേശുവിന്റെ അമൂല്യമായ രക്തത്തിലൂടെ നമുക്ക് സമ്പൂർണമായ രക്ഷ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു നമ്മുടെ രക്ഷയാണ്. യേശു നമ്മുടെ പാപപരിഹാര ബലിയാണ്. യേശു നമ്മുടെ നിത്യജീവനാണ്. യേശു നമ്മുടെ സൗഖ്യമാണ്. ഓ, യേശു നമ്മുടെ നിത്യമായ രക്ഷയാണ്. ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തത്താൽ പൂർണ്ണമായ രക്ഷയും. ഈ വചനത്തിൽ എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ചങ്കുറപ്പിക്കണം. ഈ വചനത്തിൽ നമ്മൾ ജീവിക്കണം. കർത്താവായ യേശുവിന്റെ രക്തം ചിന്തലിലൂടെ ദൈവപിതാവ് എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന രക്ഷയുടെ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് ഈ ലോകത്തിൽ നിത്യജീവന്റെ ജീവിതം നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കണം. ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താ ഈ പറയുന്നത്? കർത്താവായ യേശുവിന്റെ രക്തത്തിനും ശരീരത്തിനും അത്ഭുത ശക്തിയുണ്ട് നിങ്ങൾ പറയുന്നു. അത് മനുഷ്യവർഗത്തിന് മുഴു പാപങ്ങളെ പരിഹരിച്ചുവെന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നു. ലോക ചരിത്രത്തിൽ യേശുവിനെ പോലെ മറ്റു പലരും കുരിശിൽ മരിച്ചിട്ടുണ്ട്. അവരും രക്തം ചിന്തിയിട്ടുണ്ട്. അവരുടെ ശരീരവും പലപ്പോഴും കീറിമുറിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ വ്യക്തികളുടെ രക്തം ചിന്തലിനെ മനുഷ്യന്റെ പാപങ്ങളെ പരിഹരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നിങ്ങൾ പറയുന്നു യേശുക്രിസ്തുവിന്റെ രക്തത്തിനും ശരീരത്തിനും മനുഷ്യവർഗത്തിന്റെ പൂർണ്ണമായ പാപത്തെ പരിഹരിക്കുവാനും മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് നിത്യമായി രക്ഷിക്കുവാനും കഴിഞ്ഞുവെന്ന്. എന്താണ് ഈ പ്രബോധനത്തിന്റെ അടിസ്ഥാനം? പലരുടെയും അകത്ത് ഈ ചോദ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം നിങ്ങൾ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകനായ സഖറിയായിലൂടെ ദൈവത്തിന്റെ റൂഹ തന്റെ ജനത്തോട് പ്രഖ്യാപിച്ചു. സഖറിയ പ്രവചനം 13-ാം അധ്യായം 1-ാം വചനത്തിൽ എന്താണ് വചനം പ്രഖ്യാപിക്കുന്നത്? പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. ശ്രദ്ധിക്കണമേ, അന്നൊരു ഉറവ പൊട്ടിപ്പുറപ്പെടും. വചനം എല്ലാവരും ശ്രദ്ധിച്ച്, സാധിക്കുന്നവർക്ക് വേദപുസ്തകം കൈകളിൽ എടുത്ത് ഒരുമിച്ച് നിങ്ങൾ വചനത്തിലൂടെ യാത്ര ചെയ്യണം. പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്, അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. കർത്താവ് ജനിക്കണേക്കാൾ, ക്രിസ്തു ജനിക്കണേക്കാൾ 500 വർഷം മുമ്പ് ജീവിച്ച പ്രവാചകനാണ് സഖറിയ. സഖറിയ പറയാണ്, അന്നൊരു ഉറവ പൊട്ടിപ്പുറപ്പെടും. എന്റെ സഹോദരങ്ങളെ, 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി കുരിശിൽ മനുഷ്യവർഗം മുഴുവന്റെയും സമ്പൂർണമായ രക്ഷയ്ക്ക് വേണ്ടി, എന്റെയും നിങ്ങളുടെയും പാപ പരിഹാരത്തിനായി, നമ്മളെ വീണ്ടെടുക്കുവാനായി, നമുക്ക് നിത്യജീവൻ നൽകുവാനായി, പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന്, പാപത്തിന്റെ പിടിയിൽ നിന്ന്, നിത്യമായ മരണത്തിൽ നിന്ന് എന്നേക്കുമായി നമ്മളെ വീണ്ടെടുക്കുവാനായി ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ടു കാൽവരി മലയിൽ. ഹല്ലേലൂയ. ഓ ജീസസ്. ആമേൻ, ആമേൻ. പുതിയ നിയമത്തിലോട്ട് വരണം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം, അവിടെ എന്താണ് വചനം പറയുന്നത്? 34-ാമത്തെ വചനത്തിൽ അതേ ഒറ്റക്കണ്ണന ലുങ്കിനിയോസ് കർത്താവിന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തുകയാണ്. ഉടനെ എന്ത് സംഭവിച്ചു? നമ്മളത് കാണുന്നില്ല. എന്താ സംഭവിച്ചത്? ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. കർത്താവായ യേശുവിന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തുന്നു. ലുങ്കിനിയോസ് കുത്തുകയാ. ശ്രദ്ധിക്കണമേ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാ ലുങ്കിനിയോസ്, അവൻ കുന്തം കൊണ്ട് കുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടുകയാണ്. മനുഷ്യവർഗം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി, മനുഷ്യവർഗത്തിന്റെ നിത്യരക്ഷയുടെ ഉറവിടമായി ഉറവ പൊട്ടിപ്പുറപ്പെട്ടു. ഒറ്റക്കണ ലുങ്കിനിയോസ് കാഴ്ച കിട്ടുകയാണ്. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, എന്താണ് തിരുരക്തത്തിന്റെ അത്ഭുത ശക്തിയുടെ രഹസ്യം?
കർത്താവായ യേശുവിന്റെ തിരിച്ചോരയ്ക്ക് എന്തുകൊണ്ടാണ് സാത്താൻ കോട്ടകളെ തകർക്കാൻ കഴിയുന്നത്? കർത്താവായ യേശുവിന്റെ തിരിച്ചോരയ്ക്ക് എന്തുകൊണ്ടാണ് പിശാചിന്റെ അടിസ്ഥാനങ്ങളെ പൊട്ടിക്കുവാൻ കഴിയുന്നത്? തലമുറകളായിട്ടുള്ള ബന്ധനങ്ങള്, ജനറേഷണൽ ബോണ്ടേജസ്, തലമുറകളായ ചില പാപബന്ധനത്തിന്റെ മുഖങ്ങള് കർത്താവായ യേശുവിന്റെ രക്തത്താൽ ഒടിഞ്ഞു മാറുന്നു, തകർക്കപ്പെടുന്നു. എന്തേ ഈ രക്തത്തിന് ഇത്രമാത്രം ശക്തി? എന്തേ ഈ രക്തത്തിന് ഇത്രമാത്രം ശക്തി? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ആ ശക്തിയുടെ രഹസ്യം നമ്മൾ അറിയണം. അത് വെറുതെ അറിഞ്ഞാൽ പോരെ, ഒരു ഇന്റലക്ച്വലായ അറിവല്ല. ഇത് അറിഞ്ഞനുഭവിച്ച് കൃപയായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഡെലിവറൻസ് വേണ്ട തലങ്ങളിലേക്ക്, നമുക്ക് അഭിഷേകം വേണ്ട ഇടങ്ങളിലേക്ക് കർത്താവിന്റെ രക്തം, ബ്ലഡ് ഓഫ് ജീസസ് നമ്മൾ പുഷ് ചെയ്ത് പ്രാർത്ഥിക്കണം, അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ തിരിച്ചോര നമ്മൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മ ശക്തിയുടെ വ്യാപാരം ഉണ്ടാവുകയാണ്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. വേദപുസ്തകത്തിലെ കർത്താവായ യേശുവിന്റെ രക്തത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എന്തൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആ രക്തത്തിന് വിവിധ പേരുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ പേരുകളൊക്കെ നമ്മളിങ്ങനെ പറയണം. ഇതൊരു പഠനത്തിന് വേണ്ടി പറയല്ല. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, നമ്മുടെ സമൂഹ പ്രാർത്ഥനകളിൽ, നമ്മുടെ ശുശ്രൂഷകളിലെല്ലാം ഈ പേരുകൾ വ്യത്യസ്തമായി. ഇതെല്ലാം വചനത്തിന്റെ പവറുണ്ട്, ഇതിലെല്ലാം പരിശുദ്ധാത്മാവുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് യേശുവിന്റെ തിരുരക്തത്തെ കുറിച്ച് പറയുന്നത് അത് നിഷ്കളങ്കമായ രക്തമാണ്, കുറ്റമില്ലാത്ത രക്തം. തിരിച്ചോരയുടെ പ്രത്യേകത എന്താണ്? അത് നിഷ്കളങ്കമായ രക്തമാണ്, പരിശുദ്ധമായ രക്തമാണ്, കുറ്റമില്ലാത്ത രക്തമാണ്. മത്തായിയുടെ സുവിശേഷം 27:4 വചനം പ്രഖ്യാപിക്കുകയാണ്, നിഷ്കളങ്കമായ രക്തം, നിഷ്കളങ്ക രക്തം തൊറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞ് യേശുവിന്റെ രക്തം നിഷ്കളങ്ക രക്തമാണ്. എല്ലാവരും ഞാൻ പറയുന്നത് ഏറ്റു പറയുക. യേശുവിന്റെ രക്തം നിഷ്കളങ്ക രക്തമാണ്. ഒന്നുകൂടി പറഞ്ഞ യേശുവിന്റെ രക്തം നിഷ്കളങ്ക രക്തമാണ്. അതിനെ സാത്താൻ കോട്ടകളെ തകർക്കുവാനുള്ള പവറുണ്ട്. ഓ, അത്ഭുത ശക്തിയുണ്ട്, അത്ഭുത കൃപയുണ്ട്, ഡെലിവറൻസിന്റെ പവറുണ്ട്. കൃപാവരങ്ങളെ നമ്മിലേക്ക് പകർന്നു നൽകുവാനുള്ള കഴിവുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് നിഷ്കളങ്ക രക്തമാണ്, പരിശുദ്ധ രക്തമാണ്. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നു, കറയില്ലാത്ത രക്തമാണ്. യേശുവിന്റെ രക്തം കറയില്ലാത്ത രക്തമാണ്, കറയില്ലാത്ത രക്തം. കർത്താവിന്റെ രക്തത്തിന് മേൽ പിശാചിനെ അവകാശം പറയാൻ പറ്റും. അതുകൊണ്ട് ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ് നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ പിശാച് ഭയന്ന് വിറയ്ക്കുന്നു. ഓ, പൈശാചിക രൂപികൾ പേടിച്ച് പ്രകമ്പനം കൊള്ളുകയാണ്. നരകത്തിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ നരകത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയാണ്. അത്രമാത്രം ഭയമാണ് പിശാചിനെ യേശുവിന്റെ രക്തത്തെ. എന്താ കാരണം? സാത്താൻ അതിന് മേൽ അധികാരമില്ല, സാത്താൻ അതിന് മേൽ അവകാശം പറയാൻ പറ്റത്തില്ല. അത് കറയില്ലാത്തതാണ്. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:19, 1 പത്രോസ് 1:19 ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുന്നു, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിന്റേതുപോലെയുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം. ആ വലതുകരം ഉയർത്തി പറഞ്ഞേ, കറയില്ലാത്ത രക്തം, കറയില്ലാത്ത രക്തം, കറയില്ലാത്ത രക്തം, കറയില്ലാത്ത രക്തം. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം കറയില്ലാത്ത രക്തമാണ്, കറയില്ലാത്ത രക്തമാണ്. രക്തത്തിന്റെ പവർ കണ്ടോ? തിരിച്ചോരയുടെ പവർ കണ്ടോ? തിരുരക്തത്തിന്റെ ശക്തി കണ്ടോ? ജീസസ്, ജീസസ്, ജീസസ്. വീണ്ടും യേശുവിന്റെ രക്തം. എന്റെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, അത് കളങ്കമില്ലാത്ത രക്തമാണ്, കളങ്കമില്ലാത്ത രക്തം. ഹെബ്രായ പുസ്തകം 9:14 വചനം പറയുന്നു, ദ ബുക്ക് ഓഫ് ഹീബ്രു 9:14 എന്താ വചനം പറയുന്നത്? എങ്കിൽ നിത്യാത്മാവ് മൂലം
കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം, കളങ്കമില്ലാത്ത രക്തം, കളങ്കമില്ലാത്ത രക്തം, പരിശുദ്ധ രക്തം. ആമേൻ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, യേശുവിന്റെ രക്തം കളങ്കമില്ലാത്ത രക്തമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പിശാച് ഭയപ്പെടുന്നത്, അത്ഭുത രോഗശാന്തികൾ ഉണ്ടാകുന്നത്, മാറാവ്യാധികൾ, തിരിച്ചോരയുടെ അനന്ത ശക്തിയാൽ ക്യാൻസർ മാറുന്നു, ട്യൂമർ മാറുന്നു, മാറാ രോഗങ്ങൾ വിട്ടുമാറുന്നു, അത്ഭുത ഹീലിംഗ്സ് ഉണ്ടാകുന്നു, അത്ഭുത ഡെലിവറൻസുകൾ ഉണ്ടാകുന്നു. ഓ, പല ബോണ്ടേജുകളും ബ്രേക്ക് ചെയ്യപ്പെടുന്നു. ഫാമിലി ട്രീക്ക് സൗഖ്യമുണ്ടാകുന്നു. നമ്മുടെ തലമുറകളിലേക്ക് കർത്താവിന്റെ സൗഖ്യം വ്യാപരിക്കുന്നു. ഇതുവഴി യേശുവിന്റെ തിരുച്ചോരയുടെ അനന്ത ശക്തി വഴി. കാരണം അത് കളങ്കമില്ലാത്ത രക്തമാ. ഹല്ലേലൂയ. വീണ്ടും വചനം പഠിപ്പിക്കുന്നു, തിരുരക്തം കുഞ്ഞാടിന്റെ രക്തം. വെളിപാട് പുസ്തകം 7:14. വെളിപാട് പുസ്തകം 7:14 എന്താ വചനം പറയുന്നത്? എല്ലാവരും വേദപുസ്തകം പറ്റുന്നവരൊക്കെ എടുത്ത് ഒരുമിച്ച് വായിക്കണം. ഞാൻ മറുപടി പറഞ്ഞു, പ്രഭു അങ്ങേക്ക് അറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. കുഞ്ഞാടിന്റെ രക്തം. യേശുവിന്റെ രക്തം എന്താണ്? തിരുരക്തം എന്താണ്? എല്ലാവരും ഒരുമിച്ച് പറഞ്ഞ്, തിരുരക്തം എന്താണ്? കുഞ്ഞാടിന്റെ രക്തം. തിരുരക്തം എന്താണ്? കുഞ്ഞാടിന്റെ രക്തം. നമ്മൾ പാടിയില്ലേ, കുഞ്ഞാടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും, പാപത്തിൽ നിന്നെന്നെ വീണ്ടെടുത്തതിനായി സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം. കർത്താവേ, കുഞ്ഞാടിന്റെ രക്തം. വെളിപാട് 7:14 പഠിപ്പിക്കുകയാണ്, തിരുരക്തം കുഞ്ഞാടിന്റെ രക്തമാണ്. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ രക്തം. എന്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് യേശുവിന്റെ രക്തം ചിന്തലിലൂടെ നമുക്ക് പാപമോചനം ലഭിച്ചത്, നമുക്ക് നിത്യമായ രക്ഷ ലഭിച്ചത്, നമുക്ക് നിത്യജീവൻ അവകാശമായി കർത്താവ് തന്നിരിക്കുന്നത്. എന്താണ് ഈ തിരുരക്തത്തിന്റെ ശക്തി? തിരുരക്തത്തിന്റെ പവർ എന്താണ്? നമ്മൾ വചന അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ ഇത് കേൾക്കാൻ പോവുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ അത്ഭുത ഡെലിവറൻസുകൾ ഉണ്ടാകണം. നമ്മൾ ഇന്ന് ഒരുപാട് മാനസികമായി ശാരീരികമായി പീഡിപ്പിക്കപ്പെടുന്ന ചില പൈശാചിക പീഡകൾ, സാത്താന്യ അരൂപികൾ നമ്മെ പലപ്പോഴും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുടുംബത്തെ കലക്കുവാൻ, സമാധാനം നഷ്ടപ്പെടുത്തുവാൻ, ബന്ധങ്ങളെ താറുമാറാക്കാൻ വളരെ തന്ത്രപരമായി പിശാചിന്ന് പ്രവർത്തിക്കുന്ന സമയം അവൻ്റെ ആധിപത്യങ്ങളെ തകർക്കാനുള്ള ഏറ്റവും ശക്തമായൊരു ആയുധമാണ് ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിൻ്റെ രക്തം. എൻ്റെ സഹോദരങ്ങളെ, തിരുരക്തത്തിലൂടെ എന്തുകൊണ്ട് ഡെലിവറൻസുകൾ, ഹീലിംഗും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഈ 30 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ കർത്താവിൻ്റെ തിരുച്ചോരയെ വിളിക്കുമ്പോൾ അത്ഭുതകരമായ ഡെലിവറൻസുകൾ വെളിപ്പെടുന്നത്, ജനറേഷണൽ ബോണ്ടേജുകൾ ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. എത്രയോ കുടുംബങ്ങൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരുന്ന തകർച്ചകള്, പ്രതിസന്ധികള്, വിട്ടുമാറാത്ത പ്രതിബന്ധങ്ങള്, പരാജയങ്ങള്, ദുരന്തങ്ങള്, ദുരിതങ്ങള് രക്തം വിശ്വസിച്ച് അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വഴി കുടുംബ പുരുഷത്തിൽ ലഭിച്ച അനേക സൗഖ്യത്തിന്റെ അനുഭവങ്ങള്. എൻ്റെ സഹോദരങ്ങളെ, ഇതൊന്നും കെട്ടുകഥകളല്ല. കർത്താവിൻ്റെ തിരുച്ചോര ഇന്നും ജീവിക്കുകയാണ്. നമുക്ക് വേണ്ടി ലൈവായി ഇന്നും ഈ സമയവും
പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഇത് സ്വർഗത്തിന്റെ പദ്ധതിയാ പ്രിയപ്പെട്ടവരെ. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ പഴയ നിയമത്തിൽ ഒരു പെസഹ കുഞ്ഞാടിന് വേണ്ട ദൈവിക വ്യവസ്ഥകളെ കുറിച്ച് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അവിടെ 5-ാമത്തെ വചനം, 3-4 വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഓരോ വീടിനും എന്തുണ്ടാകണം? ഓരോ കുഞ്ഞാടുണ്ടാകണം. അത് ഓരോ കുടുംബ തലവനും തന്താങ്ങളുടെ കുടുംബത്തിന് വേണ്ട കുഞ്ഞാടിനെ കരുതി വെക്കണം. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മുടെ ഓരോ കുടുംബത്തിനും നമ്മുടെ പെസഹ കുഞ്ഞാട് ഈശോയാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ കുടുംബനാഥന്മാർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. കർത്താവായ യേശുവിൻ്റെ രക്തം ചിന്തലിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ രക്ഷയുടെ അനുഭവത്തിൽ നമ്മുടെ കുടുംബത്തെ വളർത്തുക, നമ്മുടെ മക്കളെ വളർത്തുക, നമ്മുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരെ വളർത്തുക എന്നുള്ള ഉത്തരവാദിത്വം ഓരോ കുടുംബനാഥനുമാണ് സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ മക്കൾക്ക് കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും അതുപോലെ തന്നെ അവരെ വളരെ കോമ്പറ്റിറ്റീവായി മാത്രം നമ്മൾ വളർത്തിയ പോരാ. എൻ്റെ സഹോദരങ്ങളെ, അവർക്ക് യേശുവിൻ്റെ രക്ഷയുടെ അനുഭവം പകർന്നു കൊടുക്കണം. കർത്താവിൻ്റെ വചനത്തിൻ്റെ നിർമ്മലമായ സത്യങ്ങൾ നമ്മുടെ മക്കളിലേക്ക് നിക്ഷേപിക്കുവാനുള്ള ആഗ്രഹവും ആവേശവും തീഷ്ണതയും ഓരോ കുടുംബനാഥനും ഉണ്ടാകണം, ഓരോ കുടുംബനാഥയ്ക്കും ഉണ്ടാകണം. ഈ ലോകത്തിൽ എങ്ങനെ കോമ്പറ്റിറ്റീവായി ജീവിച്ച് ഈ ലോകത്തിൻ്റെ സുഖങ്ങള്, ഈ ലോകത്തിൻ്റെ നിറങ്ങള്, ഈ ലോകത്തിൻ്റെ നേട്ടങ്ങള് എങ്ങനെ അനുഭവിച്ച് ജീവിക്കാം എന്നുള്ള ആശയങ്ങളല്ല നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത്. നിത്യജീവനെ കുറിച്ചുള്ള സത്യങ്ങള്, കർത്താവായ യേശുവിൻ്റെ രക്തം ചിന്തലിലൂടെ അവന്റെ രക്തശരീരങ്ങളിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനന്തമായ നന്മകളെ കുറിച്ചുള്ള ആഴമേറിയ ബോധ്യങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് കൊടുക്കണം. ആര് കൊടുക്കണം? ഓരോ കുടുംബനാഥനും. വചനം എന്താ പഠിപ്പിക്കുന്നത്? വചനത്തിന്റെ വ്യവസ്ഥയാ, വചനം നൽകുന്ന പ്രമാണമാണ്. എന്താണ് വചനം പ്രഖ്യാപിക്കുന്നത്? ഓരോ കുടുംബനാഥനും തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഓരോ പെസഹ കുഞ്ഞാടിനെ കരുതി വെക്കണം. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പെസഹ കുഞ്ഞാട് യേശുവിനെ നമ്മുടെ കുടുംബത്തിൽ തെരഞ്ഞെടുത്തിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. 5-ാം വചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ് ഈ പെസഹ കുഞ്ഞാടിന് വേണ്ട 3 യോഗ്യതകള്. ഇത് പ്രധാനപ്പെട്ട, ഇവിടെയാണ് തിരുരക്തത്തിന് ശക്തി മനസ്സിലാക്കാൻ കഴിയുന്നത്. യേശുവിന്റെ രക്തത്തിലൂടെ എന്തുകൊണ്ട് മനുഷ്യവർഗത്തിന് പാപമോചനം ലഭിച്ചു, നിത്യമായ രക്ഷ ലഭിച്ചു? എന്തുകൊണ്ട് സാത്താന്റെ ആധിപത്യങ്ങളിൽ നിന്ന് നമ്മൾ വിമോചിക്കപ്പെട്ടു? പാപത്തിന്റെ ആധിപത്യങ്ങൾ എന്തുകൊണ്ട് തകർക്കപ്പെട്ടു? രോഗത്തിന്റെ ശാപത്തിന്റെ കെട്ടുകൾ എന്തുകൊണ്ട് തിരുച്ചോരയുടെ ശക്തിയാൽ അഴിയപ്പെട്ടു? നിത്യമായ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് നമ്മൾ ഉയർത്തപ്പെട്ടു. ഇതെല്ലാം തിരുരക്തത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളാണ്, കർത്താവിന്റെ രക്തം ചിന്തലിലൂടെ. ഇതിന്റെ പവർ മനസ്സിലാക്കണമെങ്കിൽ പുറപ്പാട് 12:5 3 വ്യവസ്ഥകൾ, ഒരു പെസഹ കുഞ്ഞാടിന് വേണ്ട 3 വ്യവസ്ഥകൾ ദൈവം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? കോലാടുകളിൽ നിന്ന്, ചെമ്മരിയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തുകൊള്ളുക, എന്നാൽ അത് 1 വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാടായിരിക്കണം. ശ്രദ്ധിക്കണമേ, പെസഹ കുഞ്ഞാടിനെ ദൈവം നൽകുന്ന വ്യവസ്ഥ എന്താണ്? ഒന്നാമത്തെ വ്യവസ്ഥ, അത് 1 വയസ്സുള്ളതായിരിക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒരുമിച്ച് വചനം പറഞ്ഞേ, 1 വയസ്സുള്ളതായിരിക്കണം. രണ്ടാമത്തെ ദൈവിക വ്യവസ്ഥ, കുഞ്ഞാട് ഊനമറ്റ കുഞ്ഞാടായിരിക്കണം. പറഞ്ഞ എന്താണ്? കുറവുകളോ കുറ്റങ്ങളോ വൈകല്യങ്ങളോ ഇല്ലാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള പൂർണ്ണതയുള്ള കുഞ്ഞാടായിരിക്കണം. മൂന്നാമത്തെ വ്യവസ്ഥ എന്താണ്? അത് മുട്ടാടായിരിക്കണം, പെണ്ണാടായിരിക്കരുത്. പെസഹ കുഞ്ഞാട് പെണ്ണാടാകരുത്, അത് മുട്ടാടായിരിക്കണം. എൻ്റെ സഹോദരങ്ങളെ, പലരും ചോദിക്കുന്നുണ്ടല്ലോ, ഇത് അനേകരും ചോദിക്കുന്നുണ്ട്, കർത്താവിനെ പോലെ ഈശോയെ പോലെ പലരും കുരിശിൽ കിടന്ന് മരിച്ചല്ലോ, എന്നാൽ അവരുടെ രക്തത്തിനും ശരീരത്തിനും മനുഷ്യന്റെ പാപങ്ങളെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല.
എന്നാൽ നിങ്ങൾ പറയുന്നു യേശുവിന്റെ രക്തം ചിന്തലിലൂടെ നമുക്ക് പാപമോചനവും നിത്യമായ രക്ഷ ലഭിച്ചുവെന്ന്. എന്താ നിങ്ങൾ ഈ പറയുന്നതിന് അടിസ്ഥാനം? അടിസ്ഥാനം മനസ്സിലാക്കണമെങ്കിൽ ഈ വചനത്തിന്റെ പൊരുള് നമ്മൾ തിരിച്ചറിയണം. ലോക ചരിത്രത്തിൽ ഈ 3 ദൈവിക വ്യവസ്ഥകളും ഒന്നിച്ചു വന്നിരിക്കുന്ന ഒരുവൻ മാത്രമേയുള്ളൂ ലോക ചരിത്രത്തിൽ. അത് നമ്മുടെ കർത്താവായ യേശു മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 3 ദൈവിക വ്യവസ്ഥകളും ഒന്നിച്ച് ഒരുവനിൽ വന്നിരിക്കുന്നത് യേശു ക്രിസ്തുവിൽ മാത്രമാണ്. മറ്റൊരു വ്യക്തിയുടെ പേര് പറഞ്ഞ ഇപ്പൊ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്ന ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം. ചരിത്രം പഠിച്ചോ? ഒന്നാമത്തെ വ്യവസ്ഥ എന്താണ്? പെസഹ കുഞ്ഞാട് 1 വയസ്സുള്ളതായിരിക്കണം. 1 വയസ്സുള്ളതായിരിക്കണം. നമുക്കറിയാം, ഒരു കുഞ്ഞാടിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറ്റവും നല്ല പ്രായമാണ് 1 വയസ്സുള്ളത്. അത്ര മൂത്തതുമല്ല, അത്ര ഇളമ്പിച്ചതുമല്ല. ആ കുഞ്ഞാടിനെ ഭക്ഷിക്കുവാൻ ഏറ്റവും നല്ല സമയം, ആ കുഞ്ഞാടിന് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് 1 വയസ്സുള്ളത്. നമ്മുടെ കർത്താവായ യേശുവിലേക്ക് നിങ്ങൾ ഈ വചനം അപ്ലൈ ചെയ്ത്, മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് യൗവന കാലഘട്ടം. താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ 33-ാമത്തെ വയസ്സിലാണ് മനുഷ്യവർഗം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയായി ഈശോ തന്റെ ജീവൻ നമുക്കായി അർപ്പിച്ചത്. 33 വയസ്സെന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ട, എന്ത് ചെയ്യാനും നല്ല പ്രാപ്തിയുള്ള കഴിവുള്ളൊരു കാലമാണ് സഹോദരങ്ങളെ. 33 വയസ്സെന്ന് പറയുന്നത് നല്ല ചോരത്തിളപ്പുള്ള സമയം, ആരോഗ്യമുള്ള സമയം, അല്ല വൈബ്രന്റ് ആയ സമയം. ഏറ്റവും മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഷ്യസായ ഒരു പ്രായമാണത്, യൗവന പ്രായം. നമ്മുടെ കർത്താവ് 33 വയസ്സിലെ ബലിയായി മാറിയത്. രണ്ടാമത്തെ അവിടുത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഊനമറ്റ കുഞ്ഞാടായിരിക്കണം. ഊനമറ്റ കുഞ്ഞാട്. ലോക ചരിത്രത്തിൽ എൻ്റെ സഹോദരങ്ങളെ, ഊനമറ്റ കുഞ്ഞാടായി ഈ ലോകത്തിലേക്ക് എന്നെയും നിങ്ങളെയും പോലെ മനുഷ്യനായി കടന്നു വന്നത് യേശു മാത്രമാണ്. യേശു മാത്രമാണ്. യേശു മാത്രമാണ്. എന്താ വചനം പഠിപ്പിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കണം. എബ്രായ പുസ്തകം 7-ാം അധ്യായം 26-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ മഹത്വം ഈ വചനത്തിലുണ്ട്. നമ്മുടെ കർത്താവിന്റെ ബ്യൂട്ടി ഈ വചനത്തിലുണ്ട്. നമ്മുടെ കർത്താവിന്റെ ശക്തി ഈ വചനത്തിലുണ്ട്. എന്റെ സഹോദരങ്ങളെ, എന്താ വചനം പറയുന്നത്? നമ്മുടെ കർത്താവ് ആരായിരുന്നു? അവൻ പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ആരായിരുന്നു? വചനം പറയുന്നത് അവൻ പരിശുദ്ധരിൽ പരിശുദ്ധനായിരുന്നു. നമ്മുടെ കർത്താവ് പരിശുദ്ധനാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, നമ്മുടെ കർത്താവ് പരിശുദ്ധരിൽ പരിശുദ്ധനാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വാത്തോടൊന്ന് പറഞ്ഞേ. നമ്മുടെ കർത്താവ് പരിശുദ്ധനിൽ പരിശുദ്ധനാണ്. അവനിൽ അശുദ്ധിയില്ല. അവന് ഈ ലോകത്തിന്റെ മാലിന്യമില്ല, ഈ ലോകത്തിന്റെ മ്ലേച്ഛതയില്ല, ഈ ലോകത്തിന് യാതൊരു വിധത്തിലുള്ള തിന്മയുമില്ല. വചനം പ്രഖ്യാപിക്കുന്നു യേശു ക്രിസ്തു പരിശുദ്ധനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ സഭ ദിവ്യകാരുണ്യ ആശീർവാദ സമയത്ത് സഭ പാടുന്നില്ലേ? പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. യേശു പരിശുദ്ധരിൽ പരിശുദ്ധനാണ്. രണ്ടാമത് എന്താ വചനം പറയുന്നത്? അവൻ ദോഷരഹിതനാണ്. യാതൊരുവിധ ദോഷങ്ങളില്ലാത്തവൻ,
കുറ്റങ്ങളില്ലാത്തവൻ, കുറവുകളില്ലാത്തവൻ, ഈ ലോകത്തിന് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളില്ലാത്തവൻ, പാപത്തിന്റെ ദോഷങ്ങളോ ദുഷിപ്പുകളോ ഏൽക്കാത്തവനാണ് നമ്മുടെ കർത്താവ്. ഇതാണ് കർത്താവിന്റെ ശക്തി, ഇതാണ് കർത്താവിന്റെ ബ്യൂട്ടി, ഇതാണ് കർത്താവിന്റെ ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതുപോലെ ആരാ ലോക ചരിത്രത്തിലുള്ളത്? ഇതുപോലെ ആരുണ്ട് സഹോദരങ്ങളെ? അവൻ ദോഷരഹിതനാണ്. മൂന്നാമത് വചനം പറയാണ്, അവൻ നിഷ്കളങ്കനാണ്, അവനിൽ ചതിയില്ല. നമ്മുടെ കർത്താവിൽ വഞ്ചനയില്ല, അവനിൽ കാപട്യമില്ല. അവൻ വിശ്വസ്തനാണ്, നിഷ്കളങ്കനാണ്. ഓ, അവൻ അമൂല്യനാണ്. വീണ്ടും ഹെബ്രായ പുസ്തകം 4:4 പറയാണ്, 4-ാം അധ്യായം 15-ാം വചനത്തിൽ, ഹീബ്രു 4:15 പറയാണ്, അവൻ ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്തവനാണ്. ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്തവൻ. ഇങ്ങനെ ആരാ ലോക ചരിത്രത്തിലുള്ളത്? ഒരാളുടെ പേര് പറയാൻ പറ്റും? ഒരാളുടെ പേര് ലോക ചരിത്രത്തിൽ ആരാ ഉള്ളത് ഇതുപോലെ? ഈ ലോകത്തിൽ പിറന്നു വീണ മുതൽ അവസാന നിമിഷം വരെ ഒരിക്കൽ പോലും പാപം ചെയ്യാത്ത, നിഷ്കളങ്കനായി, ദോഷരഹിതനായി, പരിശുദ്ധനായി ജീവിച്ചവൻ നമ്മുടെ കർത്താവ്. അതുകൊണ്ട് യേശുവിന്റെ രക്തം, ഓ, തിരുരക്തമായി, തിരുരക്തമായി, പരിശുദ്ധ രക്തമായി, കറയില്ലാത്ത രക്തമായി, കളങ്കമില്ലാത്ത രക്തമായി, അമൂല്യ രക്തമായി, വിലയേറെ വിലപ്പെട്ട രക്തമായി മാറി. ഹല്ലേലൂയ. രക്തത്തിന്റെ ശക്തി മനസ്സിലായോ? അതുകൊണ്ട് ബ്ലഡ് ഓഫ് ജീസസ്, തിരിച്ചോരെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ കോട്ടകൾ തകർന്നു വീഴുന്നത്, തിരിച്ചോരെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക നുഖങ്ങൾ ഒടിഞ്ഞു മാറി പോകുന്നത്, അത്ഭുത രോഗശാന്തികൾ, അത്ഭുത മാനസാന്തരങ്ങൾ, പാപരോഗ ശാപബന്ധനത്തിന്റെ ആധിപത്യങ്ങളെല്ലാം നിർവീര്യമാകുന്നത് ഈ രക്തത്തിന്റെ പവറിന്റെ സീക്രട്ട് രഹസ്യം ഇതാണ് പ്രിയപ്പെട്ടവരെ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. സ്വർഗവും ഭൂമിയും നരകവും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തി കർത്താവായ യേശു ക്രിസ്തു ഊനമറ്റ കുഞ്ഞാടാണെന്ന്. ഇങ്ങനെ ആരെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ലോകം? ആരെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്? ഈ ജീവിതവും ആയുസ്സും കർത്താവിന് കൊടുക്കുന്നതിന്റെ മഹത്വം മനസ്സിലായോ? കർത്താവിന് വേണ്ടി ലോകത്തിൽ ജീവിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? കർത്താവിനും അവിടുത്തെ വചനത്തിനു വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, നമ്മുടെ തലമുറകളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന്റെ മഹത്വം മനസ്സിലായോ? നമ്മുടെ കർത്താവ് അതിന് യോഗ്യനാണ്, യോഗ്യനാണ്. ഹല്ലേലൂയ. ജീസസ്, ജീസസ്. എന്താണ് സ്വർഗം കർത്താവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയത്? തന്റെ 30 വർഷത്തെ പേഴ്സണൽ ലൈഫ്, തന്റെ 30 വർഷത്തെ രഹസ്യ ജീവിതം നോക്കിക്കൊണ്ട് ദൈവപിതാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ പലപ്പോഴും പബ്ലിക് ലൈഫിൽ നല്ലവരാകാൻ നമുക്ക് സമൂഹത്തെ പേടിയുണ്ട്. എന്നാൽ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ മറ്റു ആരും അറിയാത്ത ഒരു പേഴ്സണൽ ലൈഫ്, ആ ലൈഫിൽ നമുക്ക് വിശുദ്ധി പാലിക്കാൻ, വിശ്വസ്തയോടെ, കൃപയോടെ, ആത്മനിറവോടെ ജീവിക്കാൻ കഴിയുന്നുണ്ട് സഹോദരങ്ങളെ. എന്തൊക്കെ അവിശ്വസ്തതകളും അശുദ്ധികളും പലവിധത്തിലുള്ള ജഡീകമായ കളകളൊക്കെ നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. എന്നാൽ യേശുവിനെ കുറിച്ച് സ്വർഗം എന്താ സാക്ഷ്യപ്പെടുത്തിയത്? ദൈവപിതാവ് എന്താ സാക്ഷ്യപ്പെടുത്തിയത്? ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 22-ാം വചനത്തിൽ 3:22 എന്താ വചനം പഠിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവ് പ്രാവര്യ രൂപത്തിൽ ഇറങ്ങി വന്നു, സ്വർഗത്തിൽ നിന്നൊരു സ്വരവും ഉണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവപിതാവ് അംഗീകാരം കൊടുക്കുക. കർത്താവായ യേശുവിന്റെ 30 വർഷത്തെ രഹസ്യ ജീവിതം കണ്ട് ദൈവപിതാവ് പറഞ്ഞു, നീ എന്റെ പ്രിയപുത്രനാണ് മകനെ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. തന്റെ രഹസ്യ ജീവിതത്തിൽ, പേഴ്സണൽ ലൈഫിൽ കർത്താവ് ദോഷരഹിതനായി, പരിശുദ്ധനായി, അവൻ ഊനമറ്റ കുഞ്ഞാടായി ജീവിച്ചു. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാക്കണം. നമുക്ക് വീണ്ടും വചനത്തെ കാണാൻ പറ്റും. പബ്ലിക് ലൈഫിൽ 3 വർഷത്തെ തന്റെ പൊതുജീവിതം, പബ്ലിക് ലൈഫിൽ
ഈശോയെ കുറിച്ച് എന്താ സ്വർഗം സാക്ഷ്യപ്പെടുത്തിയത്? അപ്പൊ പേഴ്സണൽ ലൈഫിലും ശ്രദ്ധിച്ച് നിങ്ങൾ, പബ്ലിക് ലൈഫിലും ഒരുപോലെ കർത്താവ് ഊനമറ്റ കുഞ്ഞാടായി ജീവിച്ചു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വചനത്തിൽ സ്വർഗം സാക്ഷ്യപ്പെടുത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 17-ന്റെ-5 എന്താണ് വചനം പറയുന്നത്? അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. ആ മേഘത്തിൽ സ്വരം ഉണ്ടാവുകയാണ്. എന്താണ് സ്വരം? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പേഴ്സണൽ മാമോദീസയുടെ സമയത്ത് ദൈവദാ പറഞ്ഞു, നീ എന്റെ പ്രിയപുത്രനാണ് മകനെ. 3 വർഷത്തെ തന്റെ പബ്ലിക് ജീവിതം, ഇനി കർത്താവിന്റെ പീഡാസഹനങ്ങളിലേക്ക് കർത്താവ് പ്രവേശിക്കാൻ പോവുക. അത് തൊട്ട് മുമ്പ് ദൈവം സാക്ഷ്യപ്പെടുത്തുക, സ്വർഗം സാക്ഷ്യപ്പെടുത്തുക, ഇവൻ എന്റെ പ്രിയപുത്രൻ. രഹസ്യ ജീവിതത്തിലും പൊതുജീവിതത്തിലും ഒരുപോലെ കർത്താവ് ഊനമറ്റവനായി, വിശ്വസ്തനായി, പരിശുദ്ധനായി ജീവിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ സാക്ഷ്യം, യേശു ആരാണ്? ഊനമറ്റ കുഞ്ഞാടാണ്. പറഞ്ഞേ, നമ്മുടെ കർത്താവ് ആരാണ്? ഊനമറ്റ കുഞ്ഞാടാണ്. സ്വർഗം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇനി ഭൂമി എന്താ, ലോകം എന്താ ഈശോയെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയത്? അന്നത്തെ റോമൻ ഗവർണറായിരുന്നു പിലാത്തോസ്. നല്ല ബുദ്ധിമാനും കാര്യപ്രാപ്തിയുള്ള ഒരു മനുഷ്യൻ. അവൻ റോമൻ ഗവർണറാ. ബുദ്ധിയില്ലാത്ത പൊട്ടന്മാരായവരെ റോമൻ സാമ്രാജ്യം ഗവർണേഴ്സായിട്ട് അപ്പോയിന്റ് ചെയ്യില്ല. അന്നത്തെ റോമൻ ഗവർണറായിരുന്ന പിലാത്തോസ് നല്ല ബുദ്ധിമാനാ. പിലാത്തോസ് യേശുവിനെ പരിശോധിക്കുകയാണ്. പഴയ നിയമത്തിൽ ഈ പെസഹ കുഞ്ഞാടുകളെ പുരോഹിതന്മാർ പരിശോധിക്കുന്നത് പോലെ ഇവനിൽ കുറവുകളുണ്ടോ, കുറ്റങ്ങളുണ്ടോ, വികലതകളുണ്ടോ, എല്ലാം സൂക്ഷ്മമായി പിലാത്തോസ് പരിശോധിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പരിശോധനയ്ക്ക് ശേഷം നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് പിലാത്തോസിന്റെ സാക്ഷ്യം എന്തായിരുന്നു? യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 38-ാമത്തെ വചനം. യോഹന്നാൻ 18:38 എന്താ വചനം പറയുന്നത്? ആ വചനം ശ്രദ്ധിച്ച്, പിലാത്തോസ് അവനോട് ചോദിച്ചു, എന്താണ് സത്യം? എന്താണ് സത്യം? ഇത് ചോദിച്ചിട്ട് അവൻ വീണ്ടും യഹൂദരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. നോക്കിയേ, സ്ക്രീനിലോട്ട് നോക്കി, നമ്മുടെ പുറകിൽ കണ്ടോ കർത്താവിന്റെ വലിയ കുരിശിൽ, അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. പിലാത്തോസിന്റെ കയ്യിൽ നിന്ന് കുറ്റമില്ലാതെ രക്ഷപ്പെടത്ര ഈസി അല്ല ദൈവമക്കളെ. ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യമാണ് പിലാത്തോസ് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 19:4 വീണ്ടും കൂടുതൽ സൂക്ഷ്മതയോടെ പിലാത്തോസ് പരിശോധിക്കുക, യേശുവിന് കുറ്റമുണ്ടോ, കുറവുണ്ടോ. ആ പരിശോധനയ്ക്ക് ശേഷം 2-ാം പ്രാവശ്യം പ്രഖ്യാപിക്കുകയാണ്. എന്താണ് പിലാത്തോസ് പറഞ്ഞത്? യോഹന്നാൻ 19:4 പിലാത്തോസ് വീണ്ടും പുറത്തു വന്ന് അവരോട് പറഞ്ഞു, ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല. ഹല്ലേലൂയ. കർത്താവായ യേശു ഊനമറ്റ കുഞ്ഞാടാണെന്ന് ലോകത്തോട് ആവർത്തിച്ച് പിലാത്തോസ് പ്രഖ്യാപിക്കുകയാണ്. ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല. ദോഷരഹിതൻ, നിഷ്കളങ്കൻ, പരിശുദ്ധൻ. 3-ാം പ്രാവശ്യത്തെ പരിശോധന കഠിന പരിശോധനയാ. എന്തെങ്കിലും വല്ല പിഴവുകളുണ്ട്, എന്തെങ്കിലും അവന്റെ വാക്കുകളിൽ നിന്നോ, അവന്റെ സംസാരത്തിൽ നിന്നോ, അവന്റെ ഏതെങ്കിലും പ്രവർത്തികളിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് എൻ്റെ സഹോദരങ്ങളെ പിലാത്തോസ് പരിശോധിക്കുക. 3-ാം പ്രാവശ്യത്തെ പരിശോധനയ്ക്ക് ശേഷം എന്താണ് ലോകത്തോട് പിലാത്തോസ് വിളിച്ചു പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 6-ാം വചനം. ആ വചനത്തിൽ എന്താ പറയുന്നത്? ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. പിലാത്തോസ് പറഞ്ഞു, കണ്ടു, ക്രൂശിക്ക എന്ന് ജനം വിളിച്ചു പറഞ്ഞപ്പോൾ എന്താ പിലാത്തോസ് പറഞ്ഞത്? ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഞാൻ യേശുവിൽ ഒരു കുറ്റവും കാണുന്നില്ല. അവൻ ഊനമറ്റ കുഞ്ഞാടാണ്. അവൻ പരിശുദ്ധനാണ്, ദോഷരഹിതനാണ്, അവൻ നിഷ്കളങ്കനാണ്. ഹല്ലേലൂയ.
സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഇതാണ് തിരുരക്തത്തിന്റെ ശക്തി. ഇതാണ് തിരുരക്തത്തിന്റെ ശക്തി. തിരുച്ചോരയുടെ അഭിഷേകം ഇതാ. അതുകൊണ്ട് തിരുരക്തം വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ കോട്ടകൾ തകരുന്നത്, നമുക്ക് ഡെലിവറൻസ് ഉണ്ടാകുന്നത്, കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നത്, പാപബന്ധനത്തിന് ദുഃഖങ്ങൾ ഒടിഞ്ഞു പോകുന്നത്. എന്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ രക്തത്തിന്റെ മേൽ പിശാചിന് അവകാശം പറയാൻ പറ്റും. അത് പാപമില്ലാത്ത രക്ത. ഇപ്പോ ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്റെ രക്തത്തിന്റെ മേൽ, സന്തോഷിന്റെ രക്തത്തിന്റെ മേൽ പിശാചിന് അവകാശം പറയാൻ പറ്റും. കാരണം ഇതിൽ പല മാലിന്യങ്ങളുണ്ട്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പല വിധത്തിലുള്ള കുറവുകളും കുറ്റങ്ങളൊക്കെ നമ്മിലുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ രക്തം പരിശുദ്ധമല്ല, നമ്മൾ ദോഷരഹിതരല്ല, നമ്മൾ നിഷ്കളങ്കരല്ല. ഇതാണ് നമ്മുടെ രക്തവും ഈശോയുടെ രക്തവും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലാകുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ, ഓരോ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, പാപത്തിൽ നിന്നെന്നെ വീണ്ടെടുത്തതിനായി സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടെ വണങ്ങും. നമ്മൾ എത്ര ബ്ലെസ്സഡാ ദൈവമക്കളെ. ഇങ്ങനൊരു കർത്താവിനെ നമുക്ക് കിട്ടിയില്ലേ? ഇങ്ങനൊരു ഈശോയെ നമുക്ക് കിട്ടിയില്ലേ? അവൻ നമ്മുടെ എല്ലാറ്റിനുമുള്ള പരിഹാരമാണ്. അവൻ എല്ലാറ്റിനുമുള്ള സൊല്യൂഷനാണ്. ജീസസ് ഈസ് ദ ലിബറേറ്റർ. ആമേൻ, ആമേൻ, ആമേൻ. ബോധ്യത്തോടെ പറഞ്ഞേ ആമേൻ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, പിലാത്തോസ് മാത്രമല്ല പറഞ്ഞത്. ശതാധിപൻ കർത്താവിന്റെ കുരിശ് മരണം, ആ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരുന്ന ശതാധിപൻ, അവൻ അനേകർ കുരിശിൽ കിടന്ന് മരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ യേശുവിന്റെ കുരിശ് മരണം കണ്ടപ്പോൾ ശതാധിപൻ മുട്ടുകുത്തി തന്റെ കാര്യങ്ങൾ ഉയർത്തി അവൻ വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? ശ്രദ്ധിക്കണമേ. ശതാധിപന്റെ സാക്ഷ്യം എന്തായിരുന്നു? തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കുരിശ് മരണം കണ്ടത്. തന്നെ കുരിശിൽ തറച്ചവർക്ക് വേണ്ടി സ്നേഹത്തോടെ ക്ഷമിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവേ പൊറുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ ബലിയർപ്പണത്തിൽ ശതാധിപൻ അവൻ അവിടെ ആ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ക്രൂശീകരണ സമയത്ത്, മരണസമയത്ത് പിലാത്തോസ് വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? ഇവൻ സത്യമായും, കണ്ടോ, ഒന്ന് വായിച്ച്. യേശുവിന്റെ മത്തായി 27:54 പറയും, യേശുവിനെ കാവൽ നിന്നിരുന്ന ശതാധിപനും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റ് സംഭവങ്ങളും കണ്ട് അത്യന്തികം ഭയപ്പെട്ടു. സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു. ഇവൻ സത്യമായും ദൈവത്തിന്റെ പുത്രനായിരുന്നു. ശ്രദ്ധിക്കണമേ, നമ്മളാ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് അത് കാണുന്നുണ്ട്. ശതാധിപൻ മുട്ടുകുത്തിയത് ഏറ്റു പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവർ, എത്ര മനോഹരമാണ് ആ രംഗങ്ങളൊക്കെ. ഇവൻ സത്യമായും ദൈവത്തിന്റെ പുത്രനാണ്. ഇവൻ സത്യമായും ദൈവത്തിന്റെ പുത്രനാണ്. ഇവൻ ഊനമറ്റ കുഞ്ഞാടാണ്. ഇവൻ പരിശുദ്ധനാണ്, ദോഷരഹിതനാണ്. യേശു നിഷ്കളങ്കനാണ്, ഒരു പാപം ചെയ്യാത്തവനാണ്. അവൻ പെസഹ കുഞ്ഞാടായ ക്രിസ്തു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം ദൈവമക്കളെ, ശതാധിപന്റെ സാക്ഷ്യം കണ്ടു. ലോകം സാക്ഷ്യപ്പെടുത്തുക ഊനമറ്റ കുഞ്ഞാടാന്ന് യേശുവിനെ നോക്കിക്കൊണ്ട്. വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കണം, യൂദാസ്. ഇപ്പം നമ്മുടെ തനി സ്വഭാവം, നമ്മൾ പറയും നമ്മുടെ ശരിക്കുള്ള സ്വഭാവം അറിയുന്നത് ആർക്കാ? നമ്മോടൊപ്പം വസിക്കുന്നവർക്കാണ്. നമ്മുടെ കൂടെ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കാണ്. നമ്മുടെ ശരിക്കുള്ള സ്വഭാവം അറിയുന്നത് നമ്മുടെ ഭവനത്തിലുള്ളവർക്കാണ്. നമ്മുടെ തനി സ്വഭാവം അറിയുന്നത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, 3 വർഷം കർത്താവായ യേശുവിൻ്റെ കൂടെ നടന്ന ഊണിലും ഉറക്കത്തിലും ഇരിപ്പിലും ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന യൂദാസ് സംഗതി പണക്കൊതിയനായിരുന്നവൻ, ചതിയനായിരുന്നു. എന്നാൽ കർത്താവിനെ കുറിച്ച് അവൻ പറഞ്ഞ വാക്കുകൾ എന്താ ദൈവമക്കളെ? അവന് മനസ്സിലായി, തനിക്ക് ലഭിച്ച 30 വെള്ളിക്കാശ് ദേവാലയത്തിൽ വലിച്ചെറിഞ്ഞിട്ട് തന്റെ ഗുരുവും കർത്താവുമായ യേശുവിനെ കുറിച്ച് എന്താണ് യൂദാസ് സാക്ഷ്യപ്പെടുത്തിയത്?
മത്തായിയുടെ സുവിശേഷം 27:4 ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച് നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കി വായിക്കണം. മത്തായിയുടെ സുവിശേഷം 27:4 എന്താ പറയുന്നത്? നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. യേശുവിന്റെ രക്തം നിഷ്കളങ്ക രക്തം. എന്റെ കർത്താവ് നിഷ്കളങ്കനാണ്. അവൻ ഊനമറ്റ കുഞ്ഞാടാണ്. 3 കൊല്ലം കർത്താവിന്റെ കൂടെ നടന്ന യൂദാസ് വിളിച്ചു പറയാ, യേശു ഊനമറ്റ കുഞ്ഞാടാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ സാക്ഷ്യം, 2 ലോകത്തിന്റെ മനുഷ്യരുടെ ഭൂമിയുടെ സാക്ഷ്യം, 3 നരകത്തിന്റെ സാക്ഷ്യം, പിശാചിന്റെ സാക്ഷ്യം എന്താണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം. പിശാച് പറഞ്ഞില്ലേ, യേശുവിന് എനിക്കറിയാം, പൗലോസിന് എനിക്കറിയാം, സ്കേവയുടെ 7 പുത്രന്മാരോട് നിങ്ങൾ ആരാണ്? ഇപ്പൊ നമ്മളിലുള്ള വിശുദ്ധിയും കൃപയും അഭിഷേകവും എല്ലാം കുറെയൊക്കെ പിശാചിനറിയാം. എന്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. കർത്താവായ യേശുവിനെ കുറിച്ച് നരകത്തിന്റെ സാക്ഷ്യം, പിശാചിന്റെ സാക്ഷ്യം എന്തായിരുന്നു? വചനം പറയുന്നുണ്ട്. മാർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് വരാം. അവിടെ മാർക്കോസിന്റെ സുവിശേഷം കർത്താവേ 1-ാം അധ്യായം 23-24 വചനങ്ങളിൽ ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്നു. എന്താ അവൻ എന്താ പറഞ്ഞേ? അവൻ അലറി. കണ്ടോ, കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഡെലിവറൻസ് വരിക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഓരോ ശക്തിയോടെ പറഞ്ഞേ. സാന്നിധ്യത്തിൽ ഡെലിവറൻസ്, സാന്നിധ്യത്തിൽ അത്ഭുതങ്ങൾ, സാന്നിധ്യത്തിൽ അഭിഷേകം, സാന്നിധ്യത്തിൽ ദൈവശക്തി. ഈ ഒരു കൃപയിൽ നമ്മളും വളരണം ഈ കാലഘട്ടത്തില്. എന്റെ സഹോദരങ്ങളെ, പിശാച് അലറുകയാണ്. എന്താണ് അവൻ അലറിയത്? നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണ്? കണ്ടു, ഇനി ആ വരുന്ന വാക്യം എല്ലാവരും ഒരുമിച്ചൊരു 10-30 പേര് കേൾക്കുന്നു. ഉച്ചത്തിൽ എല്ലാവരും സ്വരമുയർത്തുന്നു, പ്രഖ്യാപിച്ച് സ്വരമുയർത്തി വചനം ഏറ്റു പറഞ്ഞു. ഇപ്പൊ നമ്മളിൽ ഡെലിവറൻസ് നടക്കുക. ഈ വചനത്തിന്റെ പവർ, ഈ വചനത്തിന്റെ അത്ഭുത കൃപ നമ്മിലേക്ക് സ്വർഗം തുറന്നു വിടുകയാണ്. ഈ വചനത്തിന്റെ അഭിഷേകം ഏറ്റെടുത്തു. എന്താ വചനം പറയുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം. പിശാച് പറയാ, നീ ആരാണെന്ന് എനിക്കറിയാം. എന്താണ് അവൻ പറഞ്ഞത്? നീ ദൈവത്തിന്റെ ഓ ഊനമറ്റ കുഞ്ഞാടാണ്. നീ പരിശുദ്ധനാണ്, നിഷ്കളങ്കനാണ്, ദോഷരഹിതനാണ്. എന്റെ സഹോദരി സഹോദരങ്ങളെ, സ്വർഗവും ലോകവും നരകവും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തി നമ്മുടെ കർത്താവായ യേശു, നമ്മുടെ നിത്യജീവനായ യേശു, നമ്മുടെ ഏകരക്ഷകനും നാഥനുമായ ഈശോ, അവൻ ഊനമറ്റ കുഞ്ഞാടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ലോക ചരിത്രത്തിൽ ആരാണുള്ളത്? ഇങ്ങനെ ലോക ചരിത്രത്തിൽ ആരാ ഉള്ളത്? ഒരു മത നേതാവുമില്ല, ഒരു ചരിത്രകാരനുമില്ല, ഒരു ലോകത്തിലെ ഒരു രാഷ്ട്രീയ നേതാക്കളോ ഭരണകർത്താക്കളോ സാമൂഹിക ഭരണപരിഷ്കർത്താക്കളോ ജീവകാരുണ്യ പ്രവർത്തകരോ ആരുമില്ല. പ്രിയപ്പെട്ടവർ, ഒരുവൻ മാത്രം, നമ്മുടെ കർത്താവ് മാത്രം. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശുവിൻ രക്തത്തിൽ. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ. ഒരുമിച്ചൊന്ന് പറഞ്ഞേ, ശക്തിയുണ്ട്, ശക്തി, യേശുവിൻ രക്തത്തിൽ. ശക്തിയുണ്ട്, യേശു ക്രിസ്തുവിൻ. ഹല്ലേലൂയ. പെസഹ കുഞ്ഞാടിനെ കുറിച്ചുള്ള ദൈവിക വ്യവസ്ഥയിൽ 2ാമത്തെ വ്യവസ്ഥയും സംഭവിച്ചു. അവൻ ഊനമറ്റതാണ്. ഇതാണ് അനേകരുടെ ചോദ്യത്തിനുള്ള ഉത്തരം. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനെ പോലെ പലരും, യേശുവിനെ പോലെ പലരും കുരിശിൽ കിടന്ന് മരിച്ചു.
എന്നാൽ അവരൊന്നും ഊനമറ്റ കുഞ്ഞാടുകളായിരുന്നില്ല. ഊനമറ്റ കുഞ്ഞാടുകളായിരുന്നില്ല. ഊനമറ്റ കുഞ്ഞാടായി ലോകത്തിലേക്ക് കടന്നു വന്നവൻ ഒരുവൻ മാത്രം, അത് നമ്മുടെ കർത്താവായ യേശു മാത്രമാണ്. ആമേൻ. ജീസസ്. ഒരു 3 പ്രാവശ്യം വലത് കൈ ഉയർത്തി പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ ജീസസ്, ഒന്ന് പറഞ്ഞേ ജീസസ്, ജീസസ്. ജീസസ്, ആ ഉറപ്പിച്ച വിശ്വാസത്തോടെ പറഞ്ഞേ ജീസസ്. ജീസസ്. ആര് മാത്രമാണ്? ജീസസ്. ഈശോ മാത്രമാണ്. തിരുരക്തത്തിന്റെ ശക്തി കണ്ടു, തിരുശരീരത്തിന്റെ ശക്തി കണ്ടു. എവിടെയെല്ലാം തിരുരക്തം ഒഴുകപ്പെടുന്നുവോ, എവിടെയെല്ലാം തിരിച്ചോര പുഷ് ചെയ്യപ്പെടുന്നുവോ, എവിടെയെല്ലാം തിരിച്ചോര ക്ലെയിം ചെയ്യപ്പെടുന്നുവോ, എവിടെയെല്ലാം തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ, അവിടെയെല്ലാം കർത്താവിന്റെ അനന്തമായ ശക്തി അവിടെയെല്ലാം ഒഴുകപ്പെടുകയാണ്, അവിടെയെല്ലാം വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളിൽ, കുഞ്ഞുങ്ങളിൽ എത്ര ഡെലിവറൻസുകൾ കണ്ടിട്ടുണ്ട് മക്കളെ. നമുക്ക് ഡെലിവറൻസ് തരാൻ കർത്താവിന്റെ തിരിച്ചോരയ്ക്ക് കഴിയും, കർത്താവിന്റെ തിരുശരീരത്തിന് കഴിയും. നമുക്ക് ഹീലിംഗ് തരാൻ പറ്റും. നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളും നന്മകളും കൃപാവരങ്ങളും പകർന്നു തരാൻ യേശുവിന്റെ തിരിച്ചോരയ്ക്ക് കഴിയും. ആമേൻ. മാതാപിതാക്കളെ, നിങ്ങൾ ഈ തിരിച്ചോര മക്കളുടെ മേൽ പുഷി തെളിച്ച് പ്രാർത്ഥിക്കണം. വിശ്വാസത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ തിരുരക്തം തെളിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ട ഡെലിവറൻസ് സ്ഥലങ്ങളിലേക്കെല്ലാം ഇത് പുഷ് ചെയ്യണം. 3-ാമത്തെ വ്യവസ്ഥ, അത് മുട്ടാടായിരിക്കണം. തെരഞ്ഞെടുക്കപ്പെടുന്ന പെസഹ കുഞ്ഞാട് പെണ്ണാടാകരുത്, അത് മുട്ടാടായിരിക്കണം. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള പ്രവചനം എന്താണ്? നമ്മുടെ കർത്താവ് ആരായിരുന്നു സഹോദരങ്ങളെ? ഈശോ ആരായിരുന്നു? ഈശോയെ കുറിച്ചുള്ള പ്രൊഫസി, പ്രവചനം എന്താ? യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. 6-ാം വചനത്തിൽ യെശയ്യാ പ്രവചനം 9:6 പറയാണ്, എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ, പുത്രി എന്നല്ല പറയുന്നത്, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. ആമേൻ. വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. യേശു മുട്ടാടാണ്. ഇനി ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വാ. ഗബ്രിയേൽ ദൂതൻ മംഗളവാർത്ത നമ്മുടെ അമ്മ മാതാവിനെ അറിയിക്കുമ്പോൾ എന്താണ് ഗബ്രിയേൽ മാലാഖ പറഞ്ഞത്? സെലൂക്കാട് സുവിശേഷം 1-ാം അധ്യായം 31-ാം വചനത്തിൽ 1:31 എന്നാണ് പറയുന്നത്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പുത്രി എന്നല്ല പറയുന്നത്, പുത്രനെ പ്രസവിക്കും. ആമേൻ. നീ അവനെ യേശു, എല്ലാവരും പറഞ്ഞേ, നീ അവനെ യേശു, നീ അവനെ യേശു എന്ന് പേരിടണം. ആ വാക്കിന് ഭയങ്കര പവറുണ്ട്. യേശുനാമത്തിന് വലിയ ശക്തിയുണ്ട്. യേശുവിന്റെ തിരുച്ചോരയപ്പോൾ യേശു നാമം, യേശു വചനം, യേശുവിന്റെ തിരുബലി, യേശുവിന്റെ തിരുശരീരം, ഓ ഇതൊക്കെ സഭ നമുക്ക് തന്നിരിക്കുകയല്ലേ. ഹല്ലേലൂയ. നമ്മൾ എത്ര സമ്പന്നര സഹോദരങ്ങളെ. ഇതൊന്നും അറിയാതെ നമ്മളിങ്ങനെ പ്രാപിയും പഴി പറഞ്ഞും നരകിച്ച് 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 നമ്മൾ ജീവിക്കുക. അനേകര് നമ്മുടെ സമ്പന്നത തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ എത്ര ബ്ലെസ്സഡ് ആണ്, നമ്മൾ എത്ര റിച്ച് ആണ്. ജീസസ്, ജീസസ്, ജീസസ്. അവന് യേശു എന്ന് പേരിടണം. ഒന്ന് പറഞ്ഞ പേര് യേശു. ഡെലിവറൻസുകൾ വെളിപ്പെടട്ടെ. എന്താ പേര്? യേശു. സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ, യേശു. മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ, യേശു. കൃപാവരങ്ങളുടെ പകർച്ചയുണ്ടാവട്ടെ, യേശു. അത്ഭുത അഭിഷേകം വ്യാപരിക്കട്ടെ. യേശു. യേശു എന്ന് പേരിടണം, യേശു എന്ന് പേരിടണം. പുറപ്പാട് 12:5 കാണുന്ന 3 വ്യവസ്ഥകൾ, 1 വയസ്സുള്ളതും, 2 ഊനമറ്റതും, 3 മുട്ടാടുമായിരിക്കണം പെസഹ കുഞ്ഞാട്. ഈ 3 വ്യവസ്ഥകളും ഒരുപോലെ നമ്മുടെ പെസഹ കുഞ്ഞാടായ യേശുവിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ബലി തിരുബലിയായി മാറിയത്. യേശുവിൻ്റെ ബലിയിലൂടെ നമുക്ക് പാപമോചനം ലഭിച്ചത്, നമുക്ക് വീണ്ടെടുപ്പുണ്ടായത്, നിത്യമായ രക്ഷ നമുക്ക് കൈവന്നത്. ലോക ചരിത്രത്തിൽ മറ്റൊരുവൻ
ഇതുപോലെ വന്നിട്ടില്ല, ഇനി വരികയുമില്ല. അത് യേശു മാത്രം.